എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 2025 എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 3 of Pentacles, 7 of Cups, Queen of Wands, 3 of Wands, Page of Wands, and last card വന്നിട്ട് 4 of Swords energy connections ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ വിജയമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്താൽ ജീവിത വിജയത്തിലേക്ക് എത്താം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സമയവും ചെലവഴിക്കുക എന്നുള്ളത് കൂടിയാണ്. കാരണം നിങ്ങൾ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുമ്പോൾ സഹകരണത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയവും വേണമെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ സൗഹൃദങ്ങൾ, ഇപ്പോൾ സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലും പാർട്ടീസോ കാര്യങ്ങളോ എന്തെങ്കിലും പേഴ്സണലോ പ്രൊഫഷണലോ അല്ലാത്ത നിങ്ങളുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ നാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളെന്ന് പറയുന്നവരുണ്ടല്ലോ, അത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ കുടുംബത്തെ മറന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ മറന്നിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളും നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾക്കൊരു കുടുംബമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ഊന്നി നിൽക്കുന്ന ആളുകൾ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടോ ചില ആളുകൾ ഫാമിലി എന്നുള്ളതിൻ്റെ കൂടാതെ നിങ്ങളെന്താ പറയുന്ന വ്യക്തിക്ക്, അപ്പോൾ എല്ലാവരും ഒരേപോലെയല്ല. കാരണം ചില ആളുകൾ സോഷ്യലായിട്ടുള്ള ആളുകളാണ്, അവർക്ക് എപ്പോഴും ചുറ്റും ആൾക്കാർ വേണം. അപ്പോൾ അവരുടെ ചിന്തയിലെന്ന് വെച്ചാൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് അർത്ഥം, എല്ലാവരും മറ്റുള്ളവരുടെ കൂടെ ഇരുന്നാലാണ് സന്തോഷവും സ്നേഹവും ഉണ്ടാവും. ഒറ്റയ്ക്കിരുന്ന് അവർക്ക് ബോറടിക്കും. പക്ഷേ സ്വന്തം കമ്പനി ആസ്വദിക്കുന്ന ആളുകളുണ്ട്, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഏത് സമയവും ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിലിരിക്കുമ്പോൾ അവർക്ക് അരോചകമായിട്ട് തോന്നുന്ന തരത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവർക്ക് കുറച്ച് സമയം അവരുടേതായിട്ട് വേണ്ടി വരും. കാരണം എങ്കിലാണ് അവർക്ക് അവരുടെ എനർജി റീചാർജ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് അവരുടേതായിട്ടുള്ള സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ ചില ആളുകളുടെ എനർജി എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോയി സോഷ്യലി ആക്റ്റീവ് ആയി കഴിയുമ്പോഴായിരിക്കും അവരുടെ എനർജി റീചാർജ് ആവുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനാവരുത് എന്നുള്ളതാണ്. ഒരു ടീം വർക്ക് എനർജി എന്ന് പറയുന്നത് സംഘടിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കരിയറിലാണെങ്കിലും പ്രൊഫഷനാണെങ്കിലും സോഷ്യൽ ലൈഫാണെങ്കിലും കുടുംബത്തിലും ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടടുത്ത് ചെയ്യുക. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ മറന്നു പോകാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഒറ്റയ്ക്ക് കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സംഘടിതമല്ലാത്ത ഒറ്റയ്ക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വിട്ടുകളയാതെയും അതേസമയം ഒരുമിച്ച് കൂട്ടായ്മയിൽ നിന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയാണ് ഒരു അതിർരേഖ സൃഷ്ടിക്കേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ 3 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 3 of Wands എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പേർപ്പസ് നിങ്ങളുടെ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു എനർജിയാണ്. കാരണം ചില ആളുകൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ നിയോഗം എന്താണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് ഒരു മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, ഇതൊക്കെ നിങ്ങളെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു 3 of Wands എനർജി കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണ്. നിങ്ങൾ എന്താണ് ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്റ്റേഷൻ, അത് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ അതോ മറ്റാളുകളുടെ എനർജി ആണോ
എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ഇന്ന ജോലിയുണ്ട്, അവരുടെ മക്കൾ ഇന്ന രീതിയിൽ ജീവിക്കുന്നു. നമ്മൾ പൊതുവെ പറയാറുള്ള കാര്യം, നാട്ടിലെ പല ആളുകൾ, നാട്ടിൽ മാത്രമല്ല ഏത് നാട്ടിൽ പോയാലും ഈ ഇന്ത്യൻ മെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു, നിങ്ങളുടെ മക്കൾ അടുത്ത ആളുടെ മക്കൾക്ക് ഇത്രയും മാർക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് ചെയ്യുന്നു, അപ്പോൾ ആ രീതിയിൽ തന്നെ എന്നുള്ള രീതിയിലല്ലാതെ മക്കൾ എന്താഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ കുറവാണ്, മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്യും. ഈ വസ്ത്രം ധരിച്ചാൽ മറ്റുള്ളവർ, ചിലപ്പോൾ ചില ആളുകൾക്ക് കറുത്ത നിറം ഇഷ്ടമായിരിക്കും, പക്ഷെ അത് ധരിക്കുന്നില്ല. കാരണം കറുത്ത നിറം ധരിക്കുമ്പോൾ പല ആളുകൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഉണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്നതേ ആവൂ എന്നുള്ള രീതികൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു സമയം എന്ന് പറയുക, ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. 7 ഓഫ് കപ്സ് എനർജി, ഒത്തിരി അവസരങ്ങളാണ്. പ്രൊഫഷണലി ജോലി സംബന്ധമായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ ഒരു മാസം നിങ്ങൾക്കൊരു ലക്കി ബ്രേക്ക് എന്നൊക്കെ പറയുന്ന ഒരു സമയം എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് ആ ലക്കി ബ്രേക്ക് കിട്ടുന്ന സമയമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് പലതും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുകയും അറിയാനും പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ലക്കി ബ്രേക്കാണ് വരുന്നത് ജോലിയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ അവസരങ്ങളാണോ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച അവസരങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് പോവാം. ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷൻ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ പറ്റിയ സമയമാണ്. അവസരങ്ങളെന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കും വരുന്നത്. ചില സമയങ്ങളിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളിലേക്ക് വരുന്നത് അതൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. കാരണം ഇതൊരു വലിയ അവസരമാണ്, ഇത് ഞാൻ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ നല്ലതാണ് എന്നുള്ളത്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സാധ്യതകളുണ്ടെങ്കിലും അവരൊന്നും ആകുന്നില്ലാത്തതിന് കാരണം ഉൾഭയമാണ്. നിങ്ങൾ മാറി, ഞങ്ങൾ വളരെ സാധാരണക്കാരാണ്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മാറി നിന്നാൽ നിങ്ങൾ അവിടെ നിൽക്കും. റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോയവരാണ് മുന്നേറുന്നത്. പക്ഷേ അവർ മുന്നേറുമ്പോൾ അവർ മുന്നേറുന്നത് കാണുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അസൂയ കുശുമ്പൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ നിങ്ങളൊട്ടത് ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് മാറി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പേജ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹ സബലീകരണമാണ്. പ്ലഷേഴ്സാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷറി, അതായത് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ആഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതം നിങ്ങളിലേക്ക് എത്താനായിട്ട് ഉള്ളൊരു അവസരം ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകാനുള്ള അവസരമാണ് ഇവിടെ വരുന്നത്. അത് മനസ്സിലാക്കുക. ആ ഒരു പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞിട്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ നഷ്ടസ്വപ്നങ്ങൾ, നടക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും, മാനിഫെസ്റ്റ് ചെയ്യാത്ത പല സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീഡാണ്. അതായത് അത്യാഗ്രഹം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. അതല്ലാതെ മറ്റൊരാൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയി അതുകൊണ്ട് എനിക്കത് വേണം എന്നുള്ള രീതിയിലാവരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സന്തോഷം എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വയ്ക്കാതിരിക്കുക. പലപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലൊരു നാച്ചുറൽ ബോൺ ലീഡറുണ്ട്, പക്ഷെ നിങ്ങൾ തീരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് എത്തുന്നതാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും അൺറിയലിസ്റ്റിക്കായി മാറുന്നു എന്നുള്ളത്. അതേപോലെ ക്യൂനിഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടേക്ക് ചില ഫ്രസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഈ മുന്നോട്ടേക്ക് ഉള്ള ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും മാറ്റി മുന്നോട്ടേക്ക് പോവുക. കാരണം യു ആർ ഓൾമോസ്റ്റ് നിങ്ങൾ അവിടെ അടുത്ത് എത്താറായി. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അലട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങളും അമിതമായിട്ടുള്ള പ്രതീക്ഷ വയ്ക്കുന്നത് കൊണ്ടാണ്. അതായത് റിയാലിറ്റിക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രതീക്ഷയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നുള്ളത്.
അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വ്യക്തി, നമ്മളുടെ പങ്കാളിയായിരിക്കുന്ന വ്യക്തി നമ്മളെന്താണോ അത് മനസ്സിലാക്കുക, അതിനൊത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ വ്യക്തിയുടെ പോരായ്മകളും നന്മകളും മനസ്സിലാക്കി നന്മകളെ സ്നേഹിക്കുകയും പോരായ്മകളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുക. കുറ്റങ്ങൾ മാത്രം കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ്. പങ്കാളിയിൽ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തിയാൽ ജീവിതകാലം മുഴുവൻ ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, ആ വ്യക്തിക്ക് നിങ്ങളോട് സമാധാനം കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക കൂടി ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.